നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നിരവധി വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു. പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള വന്ദേ ഭാരത് ദൗത്യത്തിന്റെ അടുത്ത ഘട്ടം ഫ്ലൈറ്റ് സർവീസുകളുടെ വിശദ വിവരങ്ങൾ ഇന്ത്യൻ എംബസി പുറത്തുവിട്ടു. ഇതനുസരിച്ച് ജൂൺ 10 തീയതി മുതൽ 23 തീയതി വരെ ഇന്ത്യയിലെ വിവിധ സെക്ടറുകളിലേക്ക് സർവീസ് നടത്തുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. ഈ ഘട്ടത്തിൽ കേരളത്തിലേക്ക് തിരുവനന്തപുരം സെക്ടറിൽ 5 സർവീസുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റുള്ളവ ഡൽഹിയിലേക്ക് 4, ചെന്നൈയിലേക്ക് 3, ബാംഗ്ലൂരിലേക്കും വിജയവാഡയിലേക്കും ഓരോ സർവീസ് വീതവുമാണ് അനുവദിച്ചിരിക്കുന്നത്. എംബസിയിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണവും ഇതോടൊപ്പം വർദ്ധിക്കുന്നുണ്ട്. ഇതിനോടകം 25,000-ലേറെ പേർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇതിൽ 6,000-ഓളം പേർ 2 തവണ രജിസ്റ്റർ ചെയ്തവരാണ്. 20,000-ഓളം പേർ യാത്രക്ക് തയ്യാറായിരിക്കെ ഇവരെ എത്ര നാൾ കൊണ്ട് നാട്ടിലെത്തിക്കാനാകുമെന്ന ചിന്തയിലാണ് എംബസിയും. ഇതിനിടെ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്കുള്ള അപേക്ഷകളും നിരവധിയായി ലഭിക്കുന്നുണ്ട്. നിരവധി സംഘടനകളാണ് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് അപേക്ഷ നൽകിയിരിക്കുന്നതെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. ഇതിൽ ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിലേക്കും കോഴിക്കോടേക്കുമുള്ള ഫ്ലൈറ്റുകൾക്കുള്ള അനുമതി ലഭിച്ചതായും 2 ഫ്ലൈറ്റുകളും വെള്ളിയാഴ്ച തന്നെ സർവീസ് നടത്താനുള്ള നടപടിയിലാണെന്നും സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അറിയിച്ചു. അന്തിമാനുമതിക്കായി കാത്തിരിക്കുകയാണ്. എന്തായാലും വെള്ളിയാഴ്ച പുറപ്പെടേണ്ട ഫ്ലൈറ്റുകൾക്കുള്ള ടിക്കറ്റുകൾ വിതരണം ചെയ്തു. ഉച്ചയ്ക്ക് 12 മണിക്ക് കൊച്ചിയിലേക്കും 2:10 കോഴിക്കോട്ടേക്കുമാണ് ചാർട്ടേഡ് ഫ്ലൈറ്റ് സർവീസ് ഉള്ളത്. ഇതിനോടകം 5 ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനുള്ളവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞുവെന്നും അധികൃതർ വ്യക്തമാക്കി. കൂടാതെ ഇന്ത്യൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിലും ചാർട്ടേഡ് ഫ്ലൈറ്റ് ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായിട്ടുണ്ട്. കോഴിക്കോട്ടേക്കും ബാംഗ്ലൂർക്കുമാണ് ഫ്ലൈറ്റുകൾക്കായി അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇന്നലെ ആദ്യ ദിവസം തന്നെ കോഴിക്കോട്ടേക്ക് 481 അപേക്ഷകളും ബാംഗ്ലൂരേക്ക് 104 അപേക്ഷകളുമാണ് ലഭിച്ചത്. എന്നാൽ അപേക്ഷ നൽകിയിട്ടേ ഉള്ളൂവെന്നും അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നും ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് സ്റ്റാലിൻ ജോസഫ് പറഞ്ഞു. മറ്റുള്ള സംഘടനകളും ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്കുള്ള നടപടികളിലാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.